നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ഒരു മനുഷ്യൻ കൂടി അങ്ങനെ മടങ്ങി. അതിർത്തിയിലെ കലുഷിതമായ സാഹചര്യങ്ങൾക്കിടയിലും മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ ഇടപെടൽ. അബദ്ധത്തിൽ അതിർത്തി കടന്നുവന്ന പാക് പൗരൻ അസദ് ഖാൻ ഒടുവിൽ തന്റെ ജന്മനാടായ ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ജൂൺ 12-നാണ് കുപ്വാരയിലെ സിമാരി ഗ്രാമത്തിൽ വെച്ച് പാകിസ്ഥാൻ പൗരനായ അസദ് ഖാനെ ഇന്ത്യൻ സുരക്ഷാസേന കണ്ടെത്തുന്നത്. നിയന്ത്രണ രേഖ അബദ്ധത്തിൽ മുറിച്ചു കടന്ന ഇദ്ദേഹത്തെ ഇന്ത്യൻ സൈന്യം ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും കൃത്യമായ നിയമ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കസ്റ്റഡിയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ തികഞ്ഞ മാന്യതയോടും അനുകമ്പയോടും കൂടിയാണ് ഇന്ത്യൻ സൈന്യം അദ്ദേഹത്തെ പരിഗണിച്ചത്. മാനുഷിക മൂല്യങ്ങൾക്കും അന്താരാഷ്ട്ര മര്യാദകൾക്കും ഇന്ത്യൻ സൈന്യം നൽകുന്ന മുൻഗണനയാണ് ഇവിടെയും തെളിഞ്ഞത്. ജൂൺ 18-ന് ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി അസദ് ഖാനെ പാക് അധികൃതർക്ക് കൈമാറി. നിയന്ത്രണ രേഖയിൽ വെച്ച് നടന്ന ഈ കൈമാറ്റത്തിനിടെ ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ നടന്ന ആ സൗഹൃദപരമായ ഹസ്തദാനം ഏവരിലും കൗതുകമുണർത്തുന്ന കാഴ്ചയായിരുന്നു. അതിർത്തിയിലെ വിദ്വേഷങ്ങൾക്കും രാഷ്ട്രീയ വേർതിരിവുകൾക്കും അപ്പുറത്ത് മനുഷ്യത്വത്തിന് വലിയ വിലയുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ നിമിഷം. സൈനികമായ പ്രൊഫഷണലിസവും ധാർമ്മിക ബോധവും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധതയാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും തെളിയുന്നത്. യുദ്ധത്തിന്റെയോ സംഘർഷത്തിന്റെയോ വാർത്തകളല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ മനോഹരമായ ഈ ഹസ്തദാനമാണ് ഇന്ന് അതിർത്തിയിൽ നിന്നും ഉയർന്നു കേട്ടത്. ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രൊഫഷണലിസത്തെ പറ്റി നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം. ജയ് ഹിന്ദ്.